ദാ നോക്കൂ, അതിലെവിടെയെങ്കിലും കള്ളം എഴുതി വെച്ചിട്ടുണ്ടോ എന്നാണ് CPM-കാർ ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതിൽ എവിടെയെങ്കിലും കള്ളം പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന്. സ്ക്രീൻഷോട്ടുകൾ പലതും വ്യാജമാണ് എന്നൊക്കെ ഇന്ന് UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വ്യാജമാണ് എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ചർച്ച കേട്ടാൽ തോന്നുക, CPM-ന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന കേട്ടാൽ തോന്നും സന്ദീപ് വാര്യർ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നതാണ്, അതിലുള്ള അസ്വസ്ഥത മൂലമാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോവും. എനിക്ക് തർക്കമില്ല. കാരണം BJP CPM തമ്മിൽ ഇപ്പോൾ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് തർക്കമില്ല എനിക്ക്. കാരണം ഇപ്പോൾ BJP-യുടെ പ്രതിനിധിക്ക് ഉണ്ടായതിനേക്കാൾ വലിയ കുണ്ഠിതമാണല്ലോ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ CPM-ന്റെ പ്രതിനിധിക്ക് ഉണ്ടാകുന്നത്. ഈ ചർച്ചയിൽ ഉടനീളം കേട്ട് നോക്കൂ, BJP പ്രതിനിധി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതിനേക്കാൾ എത്ര 10 മടങ്ങ് കടത്തി പറഞ്ഞുകൊണ്ടാണ് CPM-ന്റെ പ്രതിനിധി സംസാരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? BJP-യിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വന്നതിന് CPM സഹിക്കുന്നില്ല. CPM എന്ന പ്രസ്ഥാനവും ഇടതുപക്ഷവും സർക്കാരും സഹിക്കുന്നില്ല. എന്താ ഇത് കൊടുക്കുന്ന സന്ദേശം? എന്താ അവർ ലക്ഷ്യം വെക്കുന്നത്? അപ്പോൾ BJP-യിൽ നിന്ന് ഒരാൾ പോലും കോൺഗ്രസിലേക്ക് വരാൻ പാടില്ല. BJP ശിഥിലമാകുന്നതിനെ അവർ അംഗീകരിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. ആരംഗീകരിക്കുന്നില്ല? CPM അനുകൂലിക്കുന്നില്ല, CPM അംഗീകരിക്കുന്നില്ല. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു പോയതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് കരുതുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയും സന്ദീപ് വാര്യർക്ക് എന്ന് BJP വിചാരിക്കുന്നില്ല. സന്തോഷത്തോടെ തരുന്നു മാൻഡ്രാക്ക് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അല്ല ആയിക്കോട്ടെ, BJP-യുടെ വാദം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ CPM-നെ കുറിച്ചാണ്. CPM-ന് എന്തിനാണ് ഇത്ര വേവലാതി? CPM എന്തിനാണ് ഇത്ര വിറവിളി കൂടുന്നത്? BJP-യിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വന്നതിൽ എന്താ അവരുടെ പ്രശ്നം അടിസ്ഥാനപരമായി? അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നെങ്കിൽ എല്ലാം ശരിയായിരുന്നു കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളാരുമല്ലോ. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വളരെ മാന്യനാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ മുൻ മന്ത്രി കൂടിയായ AK ബാലനും അതുപോലെ തന്നെ MB രാജേഷും അതുപോലെ MV ഗോവിന്ദനും ഒക്കെയാണ്. അവിടെ എന്താ ഇത് അതിനെക്കുറിച്ച് പറയുന്നത്? എന്താ അവരുടെ അഭിപ്രായം? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഭിപ്രായം മാറിയത്? അവിടെയാണ് പ്രശ്നം. ഇവിടെ രാഷ്ട്രീയ പാപ്പരത്വം. ഞാൻ അതിലേക്ക് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു നിങ്ങൾക്കിവിടെ ജയിക്കാൻ കഴിയില്ല. ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിത്വമുള്ള ഒരു വ്യക്തി ഇവിടെ മത്സരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് സംഭരിക്കാൻ കഴിയാത്ത വോട്ടൊന്നും ഇപ്പോൾ ഇവിടുത്തെ C കൃഷ്ണകുമാറിന് സംഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തർക്കവും വേണ്ട. ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ അടിസ്ഥാനപരമായ വികസനം ഉണ്ടായിട്ടില്ലെന്ന BJP-യുടെ പ്രതിനിധി പറയുന്നത്. ഒറ്റ ചോദ്യം, തുടർച്ചയായി 3 തവണ ഷാഫി പറമ്പിൽ ജയിക്കുന്നത് അടിസ്ഥാനപരമായ വികസനം ഉണ്ടാക്കാഞ്ഞിട്ടാണോ? തുടർച്ചയായി 2ാം തവണ ഇവിടെ നിന്നും VK ശ്രീകണ്ഠൻ MB ആയി ജയിച്ചത് അടിസ്ഥാനപരമായ വികസനം ഉണ്ടാക്കാഞ്ഞിട്ടാണോ? പാലക്കാട് ജനങ്ങളെ വെല്ലുവിളിക്കരുത്, അവരെ അപമാനിക്കരുത്. അവർ വികസനത്തിന് നൽകിയ വോട്ട് കൂടിയാണിത്. കഴിഞ്ഞ കാലങ്ങളായി UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ വിജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ A ക്ലാസ് കാറ്റഗറിയിലേക്ക് പാലക്കാട് അസംബ്ലി സെഗ്മെന്റ് എത്തിയതും ഞങ്ങൾ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് മാത്രമേ എനിക്ക് BJP പ്രതിയോട് പറയാനുള്ളൂ. കാരണം BJP പ്രതിനിധി ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണോ LDF-ന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ അതിനാണല്ലോ മറുപടി പറയേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കള്ളവോട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുക. ആരാ? SFIയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിരുന്ന് കോൺഗ്രസ് കള്ളവോട്ട് ചെയ്തതിനെ കുറിച്ച് പറയുക. ഞാൻ ചരിത്ര പ്രസംഗത്തെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക്, സാധാരണക്കാരായ ഈ മാതൃഭൂമിയുടെ വ്യൂവേഴ്സിന് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവും. കള്ളവോട്ട് ആരാണ് ചെയ്യുന്നതെന്നും ആരാണ് ചെയ്യിക്കുന്നതും എത്രയാണ് ചെയ്തിട്ടുള്ളതും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇപ്പോഴും ഏറ്റവും അവസാനം ചേവായൂരിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള സംഭവഗതികൾ നമുക്കറിയാം. പിന്നെ പറയുന്നു ഞങ്ങൾ എല്ലാ ചട്ടവും പാലിച്ചുകൊണ്ടാണ്, സാങ്കേതികത്വ പ്രശ്നമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിച്ചോളാം. നിങ്ങൾ ചട്ടം പാലിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പുറത്തുവിടൂന്നേ. നിങ്ങൾ നൽകിയിട്ടുള്ള, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പെർമിഷൻ പുറത്തുവിടൂ. ഒരു തർക്കവുമില്ലല്ലോ. ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി, ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചുള്ള കണ്ടന്റ് മാത്രമാണ് ഞങ്ങൾ സിറാജിലും അതുപോലെ തന്നെ സുപ്രഭാതത്തിലും കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ തീരുമല്ലോ പ്രശ്നം. നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ? ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് പെർമിഷൻ വേണ്ടേ? പെർമിഷൻ ഇല്ലാതെ നിങ്ങളെങ്ങനെ പരസ്യം കൊടുത്തു? എങ്ങനെ ആ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു? അതേക്കുറിച്ചാണ് ഞങ്ങളുടെ സംശയം. ഇത് ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി വർഗീയ ചേരിതിരിവുണ്ടാക്കി ഈ പാലക്കാട്ടെ ജനങ്ങളെ ചേരിതിരിവുണ്ടാക്കി ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ അതുകൊണ്ടാണ്. ആ കണ്ടന്റ് കറക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ദേശാഭിമാനി കൊടുക്കാത്തതന്നെ? നിങ്ങൾ 4 പത്രത്തിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നലെ മാതൃഭൂമി വന്നിരുന്നു പല കണ്ടന്റുകളും. പക്ഷേ അതിലൊന്നും ഈ കണ്ടന്റ് ഒന്നുമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും അതിനകത്തൊക്കെ പറഞ്ഞിരുന്ന കണ്ടന്റ് വേറെയാണ്. അതിലൊക്കെ വ്യത്യസ്തമായി വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന കണ്ടന്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് സുപ്രഭാതത്തിലും സിറാജിലും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ കുടില ബുദ്ധി, നിങ്ങളുടെ വക്രബുദ്ധി, നിങ്ങളുടെ വൃത്തികെട്ട ചീഞ്ഞളിഞ്ഞ ബുദ്ധി അത് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ സന്ദീപ് വാര്യരെ സ്ഥലം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒസ്യത്ത് നടപ്പാക്കുന്നതിൽ എന്താ തെറ്റ്? അതിനപ്പുറത്തേക്ക് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ചോദിക്കുന്നു സന്ദീപ് വാര്യർ RSSനെ തള്ളി പറഞ്ഞു എന്ന്. സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ പ്രഥമ പത്രസമ്മേളനത്തിൽ തന്നെ RSS ആശയങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്ഥാനാർത്ഥി P സരിൻ, ആ സരിൻ ഈ മുഖ്യമന്ത്രിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും വാദോരാതെ അറിഞ്ഞം പുറഞ്ഞും ചീത്ത വിളിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. അതൊന്ന് ഡിലീറ്റ് ചെയ്യിക്കാൻ
അത് തെറ്റായി പോയി അദ്ദേഹത്തെ കൊണ്ട് പറയിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പി സരിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്താൻ മുഖ്യമന്ത്രി വന്നിരുന്നല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള എന്തെല്ലാമാണ്? അതൊക്കെ കേട്ടിട്ട് ഒരു ഉളിപ്പുമില്ലാതെ മുഖ്യമന്ത്രി വന്നു നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ആ മുഖ്യമന്ത്രി? അദ്ദേഹത്തിന്റെ മുന്നിൽ മൈക്കിലൂടെ ആരെങ്കിലും ഒന്ന് കൂടുതൽ സംസാരിച്ചാൽ, അദ്ദേഹത്തിനോട് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ചാടിക്കടിക്കാൻ വരുമല്ലോ. അദ്ദേഹത്തിനെതിരെ ഇത്രയും മോശമായ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുള്ള ഒരു നേതാവില്ല. ആ നേതാവിന് വേണ്ടി അദ്ദേഹം പരസ്യമായി പാലക്കാട് 2 ദിവസം വന്ന് 8 മീറ്റിംഗിൽ പങ്കെടുത്തു, 6 മീറ്റിംഗിൽ പങ്കെടുത്തു. ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന് ഇതൊന്നും തിരുത്തിക്കാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിന്റെ പാർട്ടിക്കൊന്നും തിരുത്തിക്കാൻ കഴിഞ്ഞോ? എന്നിട്ടാ വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന സന്ദീപ് വാര്യരെ കുറിച്ച്. സന്ദീപ് വാര്യർ BJPയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി കോൺഗ്രസ് ആശയങ്ങളോട് യോജിച്ചുകൊണ്ട് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മാത്രം വന്ന പി സരിൻ, ആ പി സരീറിന് വേണ്ടി തോളത്ത് ചുമന്നുകൊണ്ട് നടക്കാൻ ഈ ആർഷോയെ പോലുള്ള ഡിവൈഎഫ്ഐക്കാരുടെ വിധി, SFIക്കാരുടെ വിധി നിങ്ങളെ ഓർത്ത് എനിക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ്.